ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സാമു അലൈക്കും. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ബീഫ് റെസിപ്പിയാണ്. ബീഫ് ഡ്രൈ ഫ്രൈ ആണ്. അപ്പോൾ ഇത് നമുക്ക് നല്ലൊരു സ്റ്റാർട്ടറായിട്ടും അതുപോലെ തന്നെ നമുക്ക് സൈഡ് ഡിഷായിട്ടൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്നതാണ്. നല്ല ടേസ്റ്റിയാണ്, നല്ല ക്രിസ്പിയുമാണ്. ഈ ഒരു ബീഫ് ഡ്രൈ ഫ്രൈ അഥവാ BDFനെയാണ് ചില സ്ഥലങ്ങളിലൊക്കെ ബീഫ് ചില്ലി എന്നും അറിയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ വളരെ ടേസ്റ്റി ആയിട്ടും ഈസി ആയിട്ടുള്ള BDF എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. നമ്മളിത് ഇതുപോലെ ഇങ്ങനെ പരത്തിയിട്ടൊന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കുക. കുറച്ചൊരു വണ്ണത്തിൽ, ഒരു 1/2 ഇഞ്ച് വണ്ണത്തിലൊന്ന് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് വാഷ് ചെയ്ത് ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കിനിയിപ്പോൾ അത് ആദ്യം ഒന്ന് പ്രഷർ കുക്ക് ചെയ്യണം. കുക്ക് ചെയ്തെടുത്തതിന് ശേഷമാണ് നമ്മളിത് പിന്നീട് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇനി ഞാൻ ഈ ഒരു ബീഫ് കംപ്ലീറ്റ് ആയിട്ടൊന്ന് പ്രഷർ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഫുള്ളായിട്ടും മുളക് പൊടി. ഇത് നല്ല എരിവുള്ള മുളക് പൊടിയാണ്, അതുകൊണ്ട് 1 ടീസ്പൂൺ. അപ്പോൾ എരിവ് കുറവുള്ളതാണെങ്കിൽ നിങ്ങൾക്കൊരു 1.5 ടീസ്പൂൺ മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതുപോലെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഇത് ഏകദേശം 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. ഒരുപാട് വേണ്ട കേട്ടോ, ഒരു 1/2 കപ്പ് വെള്ളം നമ്മളൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത്രയും മാത്രം വെള്ളം മതി. ഇത്രയും കൂടെ ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടച്ചു വെച്ചിട്ടൊന്ന് പ്രഷർ കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു വിസിൽ വരുന്നവരെ നമ്മൾ ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് പിന്നെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒരു 3-4 വിസിൽ വരുന്നവരെ കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ കുക്ക് ചെയ്തിട്ട് അതിൻ്റെ ഒരു ആവിയൊക്കെ നന്നായിട്ട് പോയതിന് ശേഷം ഞാനിവിടെ മൂടി തുറക്കുകയാണ്. അപ്പോൾ നമ്മൾ കുക്കറിൻ്റെ ആ ഒരു സൈസ്, പിന്നെ അതുപോലെ ആ ഒരു ചില ഇത് ഭയങ്കര മൂപ്പ് കൂടിയിട്ടുള്ളതായിരിക്കും ബീഫ്. അപ്പോൾ അതിനൊക്കെ അനുസരിച്ച് ആ ഒരു വിസിലിൻ്റെ ഇതൊക്കെ മാറ്റം വരും. പിന്നെ നമ്മളിത് ഒരുപാട് അങ്ങ് കുക്ക് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഒരു 80 to 90% കുക്ക് ചെയ്താൽ മതി. പിന്നീട് ബാക്കി നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് കുക്ക് ചെയ്തെടുക്കും. അപ്പോൾ ഞാൻ നോക്കിയപ്പം കുഴപ്പമില്ല, അത്യാവശ്യം ഒരു 80 to 90% ഒക്കെ വെന്തിട്ടുണ്ട്. അപ്പം നമ്മൾ അതിൽ നിന്ന് ആ ഒരു വെള്ളത്തിൽ നിന്ന് അത് മാറ്റിയിട്ടൊന്നിങ്ങനെ സ്ട്രെയിൻ ചെയ്ത് ചൂടാറാൻ വെക്കുകയാണ് കേട്ടോ. ഈ ബീഫ് വേവിച്ചിട്ടുള്ള വെള്ളം കളയണ്ട കേട്ടോ, നമുക്കത് കുറച്ച് ഇതിലേക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റി വെക്കുക. അപ്പോൾ നമ്മൾ ബീഫ് ഒന്ന് ഏകദേശം ഒന്ന് ചൂടാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ BDFന് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നീളത്തിൽ കനം കുറച്ചിട്ട് ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ പോലെ ഒന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ഫുള്ളായിട്ട് അങ്ങോട്ട് നന്നായിട്ട് ഒരു 100%ഓളം കുക്കായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതിങ്ങനെ കട്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ. കട്ട് ചെയ്യുന്ന സമയത്ത് അങ്ങ് മുറിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഒരു 80% കുക്ക് ചെയ്താൽ മതി എന്ന് പറയുന്നത്. ബാക്കി നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്താണ് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ പോലെ നല്ല നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കോൺഫ്ലോർ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മുട്ട ചേർത്ത് കൊടുത്താൽ മതി. ഇനി അതും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അരിപ്പൊടിയും അതുപോലെ മൈദയും കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്ന് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. പിന്നീട് ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മൾ വറ്റൽമുളക് ജസ്റ്റ് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്ത് എടുത്താൽ മതി. ഇനിയിപ്പം അത് നിങ്ങളെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി. പിന്നീട് ഞാൻ ഇതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അപ്പോൾ നമ്മൾ നേരത്തെ ബീഫ് വേവിക്കുന്ന സമയത്ത് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, അതുപോലെ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ചെറുതായിട്ടൊന്ന് ചതച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുക. ഈ ഒരു പെരിഞ്ജീരകം ചേർക്കുമ്പോൾ നമ്മൾ ആ ഒരു BDFന് നല്ലൊരു ഫ്ലേവർ കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുകയാണ്. നമ്മളൊരു 1.5 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ നമുക്ക് 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങയുടെ നീര്, അല്ലെങ്കിൽ അതിന് പകരം വിനാഗിരി. അപ്പോൾ നമ്മൾ ഇതിലേതെങ്കിലും ഒന്നും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ബീഫ് വേവിച്ചിട്ടുള്ള വെള്ളമില്ലേ, അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച്, അപ്പോൾ ഒരുപാടില്ല, ആദ്യം കുറച്ച് മാത്രം ഒഴിച്ചിട്ട് നമുക്ക് ആ ഒരു മസാലയുടെ പൊടിയെല്ലാം കൂടെ ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ബാക്കി കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ നോക്കിയപ്പം അത് കറക്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലൊരു അധികം ഡ്രൈ ആയിട്ടും അല്ല, എന്നാൽ ഒരുപാട് ലിക്വിഡും അല്ല, ആ ഒരു രീതിയിലൊന്നിങ്ങനെ മിക്സ് ചെയ്തൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ബീഫ് ഉണ്ടല്ലോ, അപ്പോൾ അത് നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുകയാണ്. നമ്മൾ കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എല്ലാം കൂടെ അങ്ങ് മുറിഞ്ഞു പോകരുത്. ആ ഒരു ബീഫ് മുറിഞ്ഞു പോകാത്ത രീതിയിൽ നമ്മൾ വളരെ സോഫ്റ്റായിട്ട് എല്ലാ ഭാഗത്തേക്കും ആ ഒരു മസാല ഇങ്ങനെ കവർ ചെയ്ത് നിൽക്കുന്ന രീതിയിലൊന്ന് മെല്ലെ ഒന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഞാനിത് എല്ലാ ഭാഗത്തും നമ്മളിങ്ങനെ മെല്ലെ ഒന്നിങ്ങനെ ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ നന്നായിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്.
ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ വെളിച്ചെണ്ണ ഇപ്പോൾ നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. അപ്പോൾ ചൂടായതിന് ശേഷം നമ്മൾ ആ ഒരു ഫ്ലെയിം ഒന്ന് ലോ ടു മീഡിയം ആ ഒരു ഫ്ലെയിമിലേക്ക് ആക്കിയെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ബീഫ് ഓരോന്നായിട്ടൊന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. നമ്മളെല്ലാം കൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒട്ടിപ്പിടിച്ച് നമുക്ക് അത് കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇങ്ങനെ വിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളൊരു 2 മിനിറ്റ് സമയത്തേക്ക് നമ്മളിതിങ്ങനെ ഇളക്കി കൊടുക്കുകയൊന്നും ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഇളക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു ബീഫിൻ്റെ മേലെ ഉള്ള ഒരു അരപ്പൊക്കെ ഇങ്ങനെ ഇളകിപ്പോവും. അപ്പോൾ നമ്മൾ 2 മിനിറ്റ് നേരത്തേക്ക് അനക്കാതെ വെച്ചതിന് ശേഷം പിന്നെ നമ്മളിത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നല്ല എണ്ണ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിതിൻ്റെ ഒരു ഇരട്ടി എണ്ണ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മറിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. 2 സൈഡിലും ഒരുപോലെ ഇങ്ങനെ മൊരിഞ്ഞിട്ട് വരും. അപ്പോൾ ഞാനിത് ഒരുപാട് എണ്ണ ഒഴിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ 2 മിനിറ്റ് കഴിഞ്ഞ ശേഷം എല്ലാം ഒന്നിങ്ങനെ മറിച്ചിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അങ്ങനെ നമ്മൾ 2 മിനിറ്റ് കൂടെ കുക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ ഏകദേശം ഒരു 4 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഒരു 4 മുതൽ ഒരു 5 മിനിറ്റ് ആകുന്ന സമയത്ത് നമുക്കിത് ഫ്രൈ ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പം തന്നെ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ അതിൽ കൂടുതൽ നമ്മളിത് കുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഭയങ്കര ഉറപ്പായിട്ട് പോകും, നമുക്ക് കഴിക്കാനേ പറ്റില്ല, അത്രയും ഉറപ്പായിട്ട് പോകും. അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ നമുക്ക് അത് ഫ്രൈ ആയിട്ട് കിട്ടും. അപ്പോൾ ഞാനിത് എണ്ണയിൽ നിന്ന് മാറ്റാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് ഇട്ടത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ നമ്മൾ സെക്കൻഡ് ട്രിപ്പും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ആ ഒരു എണ്ണയിലേക്ക് നമ്മൾ ഓരോന്നായിട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് നമ്മൾ ഇളക്കാതെ നിൽക്കുക. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഇങ്ങനെ മറിച്ചിട്ട് കൊടുത്തിട്ട് അങ്ങനെയും കൂടെ ഒരു 2 മിനിറ്റ് നമ്മളൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു 4 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് എടുക്കുന്നതിൻ്റെ മുമ്പ് തന്നെ നമ്മളതൊന്ന് സൈഡിലോട്ടൊന്ന് മാറ്റി വെച്ചതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് ഒരു 4-5 പച്ചമുളക്, പിന്നെ അതുപോലെ തന്നെ കറിവേപ്പില ഇത്രയും കൂടെ ചേർത്ത് കൊടുത്ത് ആ ഒരു എണ്ണയിൽ നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ ആ ഒരു ബീഫും കൂടെ അതിലേക്ക് മിക്സ് ചെയ്തിട്ടിട്ട് ഒന്ന് അതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ ആ ഒരു ബീഫിലേക്കും കിട്ടാനായിട്ടാണ്. എന്നിട്ട് നമ്മളിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് വറുത്ത് കോരുകയാണ്. നമ്മൾ ഫ്ലെയിം ആ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ ആക്കി വെക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മസാലയൊക്കെ പെട്ടെന്ന് പുറത്ത് കരിഞ്ഞിട്ട് അകത്ത് വേവാതിരിക്കും. അപ്പോൾ നമ്മൾ ആ ഒരു BDF ഇവിടെ കറക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ട്രിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നത് 1 മിനിറ്റും കൂടെ ഒന്ന് അധികം കുക്കായി പോയിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മൾ ആ ഒരു ഓൾമോസ്റ്റ് കുക്കായതിന് ശേഷമാണ് നമ്മൾ ഗാർണിഷ് ചെയ്യാനായിട്ട് കറിവേപ്പിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ആ രണ്ടാമത് ഇട്ടിട്ടുണ്ടായിരുന്നത് കുറച്ചൊരു ഉറപ്പ് കൂടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കറക്റ്റ് ഒരു 4 മുതൽ 5 മിനിറ്റ് വരെ മതി കേട്ടോ. അപ്പോൾ നമ്മളെ ബീഫ് നല്ല രീതിയിൽ തന്നെ റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ആ ഒരു BDF നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ലൊരു സ്റ്റാർട്ടറായിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. സ്റ്റാർട്ടറായിട്ട് ഭയങ്കര ടേസ്റ്റാണ്, സൈഡ് ഡിഷ് ആയാലും ഭയങ്കര ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു BDF എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അതുപോലെ ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ.